രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, കോടതിയുടെ കൈവശമിരിക്കെ 3 കോടതികളുടെ കൈവശമിരിക്കെയാണ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റമുണ്ടാകുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടന്ന അന്വേഷണത്തിൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്തിയതാണ്. ഫോറൻസിക് റിപ്പോർട്ടിൽ വിശദമായി തന്നെ ഇത് ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെയൊക്കെ മാറി എന്നത് കണ്ടെത്തി. അതിൽ നടത്തിയ അന്വേഷണത്തിലും അത് കണ്ടെത്തി. പക്ഷെ കുറ്റക്കാർക്കെതിരെ യാതൊരു നടപടിയും 1 വർഷം പൂർത്തിയാകുമ്പോഴും ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അതിജീവിതയ്ക്ക് രാഷ്ട്രപതിക്ക് പരാതി നൽകേണ്ടി വന്നത്. കത്തിലൂടെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ കേസ് എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെടാൻ ശ്രമം നടന്നു എന്നത് നമ്മൾ കണ്ടതാണ്. ആരൊക്കെയാണ് അതിന് പിന്നിലെന്നത് കണ്ടതാണ്. അതിന്റെ തുടർച്ച തന്നെയാണോ ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുന്ന ഈ അലംഭാവത്തിനും പിന്നിൽ? പൂർണ്ണമായും അതിജീവിതയുടെ സ്വകാര്യതയെ മാനിക്കുന്നു. അവർക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് എഴുത്തെഴുതാനുള്ള അവകാശമുണ്ട്. അവരുടെ കൺസേൺസ് മുമ്പിൽ വെക്കാനുള്ള അവകാശമുണ്ട്. നമ്മളുടെ ആരുടെയും അല്ല, അവരുടെ സ്വകാര്യതയാണ് ലംഘിക്കപ്പെട്ടത്. അതുകൊണ്ട് ഏത് എക്സ്റ്റെന്റ് വരെ പോകാനുള്ള റൈറ്റും അവർക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനോട് പൂർണ്ണമായി യോജിക്കുമ്പോഴും 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാതിരിക്കാൻ തരവില്ല. നാളെ അന്തിമവാദം തുടങ്ങുന്ന കേസിനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രധാന കേസും ഇതും തമ്മിൽ യാതൊരു ബെയറിംഗുമില്ല എന്ന വസ്തുത നമ്മൾ മറക്കരുത്. 3, എനിക്കറിയില്ല ഈ കേസ് ആരെങ്കിലും അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന്. ഒരു പൊതുബോധം ഉണ്ടാക്കാൻ നോക്കുകയാണ്. നമുക്കറിയാമല്ലോ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ആരെ അട്ടിമറിക്കാൻ ശ്രമിച്ചു? ഈ കേസ് യഥാർത്ഥത്തിൽ ഈ കള്ളക്കേസ് പോലീസുകാരെ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ബാലേന്ദ്രകുമാർ അടക്കമുള്ളവരെ കൊണ്ടുവന്നും ദിലീപിനെതിരെ 4 പോലീസുകാരെ സാക്ഷികളാണ് കൂറുമാറിയതെന്ന് താങ്കൾക്ക് അറിയില്ലേ? സാക്ഷികളുടെ കൂറുമാറ്റം ആരൊക്കെയെന്നറിയാമോ? കാവ്യമാധവൻ, നാദിർഷ, സിദ്ദിഖ്, കാവ്യമാധവന്റെ അമ്മ, ഇവരൊക്കെ ദിലീപിനെതിരെ ആദ്യം മൊഴി കൊടുത്തു എന്ന് വിശ്വസിക്കണോ? നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോലീസ് ഉണ്ടാകുന്ന കള്ളക്കഥയാണ് മാഡം. അതായത് പാവപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിൽ സ്ത്രീകളോട് വലിയ ബഹുമാനവും സ്നേഹവുമാണ് ആൾക്കാർക്ക്. അതിജീവിതകളോട് എന്നും അനുകമ്പയാണ്. നമ്മുടെ മനസ്സിലെ അതിജീവിതകളോടുള്ള സ്നേഹത്തെ മുതലെടുത്ത്, നമ്മുടെ നാട്ടിൽ സ്ത്രീകളോടുള്ള ബഹുമാനത്തെ മുതലെടുത്ത് പോലീസ് ദിലീപിനെ വേട്ടയാടുകയാണ്. ദിലീപിനെതിരെ കള്ളക്കേസ് ഇടുകയാണ്. ആര് മാറിയെന്നാ പറയുന്നേ? ദിലീപിനെതിരെ കാവ്യമാധവ് മൊഴി കൊടുത്തോ? അല്ലെങ്കിൽ ദിലീപിനെതിരെ നാദിർഷ മൊഴി കൊടുത്തോ? ദിലീപിനെതിരെ ദിലീപിന്റെ ശരത്ത് അല്ലെങ്കിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത്ത് താരങ്ങളുണ്ടല്ലോ, പറഞ്ഞ താരങ്ങൾ വേറെയും ഉണ്ടല്ലോ. ആരൊക്കെയാ മാറിയെന്ന് താങ്കൾക്ക് അറിയാലോ. പറഞ്ഞോളൂ. ഓരോ വരിയായിട്ട് എടുത്ത് പറയാം. 2, ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് വരെ പോലീസ് ഉണ്ടാക്കി. ആലോചിച്ച് നോക്കണം. ഇത് പറഞ്ഞത് രാഹുൽ ഈശ്വർ മാത്രമല്ല, കേരള പോലീസിന്റെ DGP ആയ ശ്രീലേഖ IPS പറയുകയും ഇന്നും ആ ഫോട്ടോഷോപ്പ് കിടപ്പുണ്ട്. അതായത് ദിലീപിന്റെ പുറകിൽ പൾസർ സുനി നിൽക്കുന്നതായി വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി ദിലീപിന്റെ ടീഷർട്ടിന്റെ കളർ ചീപ്പായ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച്, അതായത് ഫ്രീ ആയിട്ട് ഇന്റർനെറ്റിൽ കിട്ടുന്ന നല്ലതുപോലും അല്ലാത്ത നിലവാരം കുറഞ്ഞ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് പോലീസുകാർ കള്ള തെളിവ് വരെ ഉണ്ടാക്കി. ഇനിയും പോലീസുകാർക്കുള്ള ദേഷ്യം എന്താ അറിയാമോ? ഈ കേസിന്റെ വിധി വരുമ്പോ പോലീസുകാർ തലയിൽ, അതായത് എല്ലാ പോലീസുകാരും ഇല്ല കേട്ടോ, കേരള പോലീസ് മികച്ച പോലീസാണ്, പക്ഷെ ഇതേപോലെ കുറെ പുഴുക്കുത്തുകളുണ്ട്. അവർക്ക് തലയിൽ മുണ്ടിട്ട് പോലും വെളിയിറങ്ങാൻ. എങ്ങനെയാണ് അന്തിമ വിചാരണ നാളെ തുടങ്ങാനിരിക്കുമ്പോൾ രാഹുൽ ഇത്ര കോൺഫിഡൻസോട് കൂടി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അന്വേഷണ ഉദ്യോഗസ്ഥരെന്ന് പറയാൻ പറ്റുന്നത് എന്താണ് രാഹുൽ ഈശ്വർ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നോക്കൂ, ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായി. കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു റിപ്പോർട്ട് വന്നു. അതിൽ കുറ്റക്കാരൊക്കെയൊന്നത് പരാമർശിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ്? ഒരു പരാതിക്കാരൻ, കേസിലെ 8ാം പ്രതിയായിട്ടുള്ള ഒരാൾ കൊണ്ടുവന്ന അപേക്ഷ വായിച്ച് മജിസ്ട്രേറ്റ് തന്നെ വിഷ്വൽ എടുത്ത് കാണിക്കുകയാണ്. അതൊക്കെ എവിടെ നടക്കും? ഇവിടെ അല്ലാണ്ട് എവിടെ നടക്കും? എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാകുന്നത്? സാധാരണ ഏതെങ്കിലും കേസിൽപ്പെട്ടവർക്ക് ഇത് സാധ്യമാകുമോ? അല്ല. അപ്പോൾ അട്ടിമറിക്കാനുള്ള വ്യക്തമായ ശ്രമങ്ങൾ, പണവും പദവിയും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. രാഹുലിന് എങ്ങനെയാണ് അന്തിമവാദം തുടങ്ങാനിരിക്കുന്ന ഒരു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തലയിൽ മുൻപിട്ട് നടക്കേണ്ടി വരുമെന്ന് ഇത്ര കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റുന്നത്? മറുപടി കൂടെ കേൾക്കൂ. താങ്കളോട് വ്യക്തിപരമായ ബഹുമാനമുണ്ട്, എല്ലാ മീഡിയക്കാരോടും ഉണ്ട്. പക്ഷേ മീഡിയക്കാർ ഇറങ്ങി നിന്ന് വെടിവെച്ചാൽ ഈ നാട്ടിലെ സാധാരണക്കാരനെയും പാവപ്പെട്ടവരെയും ഇന്നസെന്റ് ആയവനെയും കോടതി നിന്ന് മൂക്കിക്കയറ്റുമെന്ന് വിചാരിക്കുന്ന പ്രശ്നമാണിത്. അതായത് മാധ്യമങ്ങൾ 24 മണിക്കൂറും ക്യാമ്പയിൻ ചെയ്താൽ ഈ നാട്ടിൽ തെളിവൊന്നും വേണ്ട, മീഡിയ പറയുന്ന പോലെ കോടതി കേട്ടോളും എന്ന് മീഡിയക്കാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അതിന്റെ ഉത്തരം കൂടിയാണ് കോടതി തന്നത്. കോടതിയെ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസ് ആണോ? അങ്ങനെയാണോ? രാഹുലിന്റെ വാക്കുകളെ അങ്ങനെ വേണോ കാണാൻ? അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ രാഹുലിന്? എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദിലീപിനെതിരെ ക്യാമ്പയിൻ നടത്തുകയും കാവ്യ പറയുകയും
ഇവർക്ക് രാഹുൽ ഒരുപാട് വൈകാരികമാകുന്നത് കൊണ്ടായിരുന്നു. ഒന്നാമത് രാഹുൽ ഉത്തരാഖണ്ഡിലാണ്, മൗണ്ടൻ റേഞ്ചിലാണ്, അതുകൊണ്ടാണ് വരാൻ ലേറ്റ് ആയതും. ഇപ്പോൾ രാഹുൽ സംസാരിക്കുന്നതിന് പകുതി കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ അസാക്ഷ്യം? ശരിയാണ്, ഞാൻ ഉത്തരാഖണ്ഡിലാണ്, മലനിരകളിലാണ്, റേഞ്ച് കുറവാണ്. ദയവായി എനിക്ക് 1 മിനിറ്റ് നിരന്തരമായി തരണം. പാവപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാർ പറ്റിക്കുകയാണ്. ഇത് ഓരോ സാധാരണക്കാരനും മനസ്സിലാക്കണം. നമ്പി നാരായണനെ വേട്ടയാടിയതുപോലെ, ശശി തരൂരിനെ വേട്ടയാടിയതുപോലെ ശ്രീ ദിലീപ് എന്ന് പറയുന്ന നിഷ്കളങ്കനായ മനുഷ്യനെ വർഷങ്ങളായിട്ട് വേട്ടയാടുകയാണ്. ഇല്ലാത്ത ഗൂഢാലോചന കേസിൽ പെടുത്തി ശ്രീ ദിലീപിനെ ദ്രോഹിക്കുകയാണ്. അതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. എന്നിട്ട് അതിജീവിതയുടെ പേര് പറഞ്ഞ് സിംഹതി പിടിച്ചു വെക്കുന്നു. ശരി രാഹുൽ, അതിൽ ആ കേസിൽ എന്ത് സംഭവിച്ചു? നാളെ അന്തിമ വിചാരണ നടന്ന് അതിൽ കോടതി ഒരു ഉത്തരവ് പറയട്ടെ. അതുവരെയെങ്കിലും രാഹുലിന് കാത്തിരിക്കാമല്ലോ. കോടതിയെ എങ്ങനെയെങ്കിലും ഒക്കെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നു എന്നൊക്കെ പലതരത്തിൽ ആ ജഡ്ജിയെ പോലും വിശ്വാസമില്ല എന്ന് അതിജീവിത പോലും പറഞ്ഞ സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. എന്താണ് രാഹുലിനെ ഇത്രയധികം കോൺഫിഡൻസോടുകൂടി ഈ രാത്രിയിൽ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. നോക്കൂ, അതിന്റെ വിചാരണ നടന്ന അന്തിമ വിധി വരട്ടെ. ഇവിടെ ഇപ്പോൾ ഈ ജഡ്ജിയുടെ തന്നെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ നടന്ന ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലോ ഹാഷ് വാല്യൂ മാറാനുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന്. എന്തുകൊണ്ട് അതിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? കോടതിയുടെ ഉള്ളിൽ നടന്നതാണ്. ഒരു കോടതിയിൽ നീതി കിട്ടുമെന്ന് ഓരോ മനുഷ്യരും പ്രതീക്ഷിക്കുന്ന ഇടത്തുണ്ടായ കുറ്റകൃത്യമാണ്. അതിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? മറുപടി കേൾക്കാൻ ഭയക്കുന്ന എന്തിനാണ്? ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ആ മറുപടി ദയവായി കേൾക്കൂ. ഈ കോടതി മാത്രമല്ലല്ലോ, ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാർ, സുപ്രീം കോടതിയിൽ എല്ലാം പോയില്ലേ? ശ്രീ ദിലീപിനെതിരെ എന്തെങ്കിലും വാദഗതി നിലനിന്നോ? ഈ കോടതി മാത്രമല്ല, ദിലീപിനെതിരെ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു കള്ളത്തിട്ടില്ലേ? അതെന്താ ഇപ്പൊ ആർക്കും അറിയണ്ടേ? പോലീസുകാരെ ശ്രമിച്ചു ഉണ്ടായി. മാഡം ദയവായി ശ്രദ്ധിക്കൂ. പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കള്ളക്കേസിട്ടിട്ട് എന്തായി? ഇതിലെ ദാവൂദ് ഇബ്രാഹിം ഇൻവോൾവ് ആണെന്ന് പറഞ്ഞിട്ട് എന്തായി? 50 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്തായി? കാവ്യ മാധവനാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞ് ഒരാഴ്ച ചർച്ച ചെയ്തില്ലേ? കാവ്യാണ് മാഡം എന്ന് പറഞ്ഞിട്ട് എന്തായി? നാട്ടുകാരെ പറ്റിക്കാനായിട്ട് സെൻസേഷണലായ വാർത്തകൾ ഉണ്ടാക്കി സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരെ കരിവാരിട്ടേക്കാൻ ചിലർ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി 2, എന്റെ കോൺഫിഡൻസ്, ഈ കേസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതാണ് എന്റെ കോൺഫിഡൻസ്. ദിലീപിനെതിരെ കടുക് മണിയോളം പോലും തെളിവില്ല. നമ്പി നാരായണനെയും ശശി തരൂരിനെയും ഒക്കെ വേട്ടയാടിയതുപോലെ സമൂഹത്തിൽ മാന്യനായ ഒരാളെ വേട്ടയാടുക മാത്രമാണ് നടന്നിട്ടുള്ളത്. അത് ഈ കേസിന്റെ വിധി കഴിയുമ്പോൾ മനസ്സിലാകും. അത് ആ തെളിവ് എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെടാം എന്നൊരു സംശയമുണ്ട്. ആ ആശങ്ക ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. താങ്കൾ പല കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ. ഞാൻ വ്യക്തമായി ചോദിച്ചു താങ്കളോട്, ഇവിടെ ഈ ജഡ്ജിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന ഒരു അന്വേഷണത്തിൽ ഇതിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട്, എങ്ങനെ ഈ ഹാഷ് വാല്യൂ മാറി കോടതിക്കുള്ളിൽ എന്നത് കണ്ടെത്തിയതാണ്. അങ്കമാലി മജിസ്ട്രേറ്റ് ദിലീപ് കൊണ്ടുവന്ന ഒരു കുറിപ്പ് വായിച്ച് അവരുടെ ലാപ്ടോപ്പിൽ ദൃശ്യങ്ങൾ കാണാൻ അനുമതി കൊടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. 2 കോടതി ജീവനക്കാരും ഒരു മജിസ്ട്രേറ്റും കുറ്റകരമായ അനാസ്ഥ ഇതിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ പ്രതിഭാഗം ചേർന്ന് നിന്ന് അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു എന്ന് വരുമ്പോൾ, സ്വകാര്യതയുടെ ലംഘനത്തിന് വഴിവെച്ചു എന്ന് വരുമ്പോൾ അതിൽ പോലും നടപടി ഉണ്ടായിട്ടില്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ താങ്കൾ മറ്റെന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറി റിപ്പോർട്ടിലുണ്ടെങ്കിൽ നാളെ ഓഫീസിൽ നിന്ന് ഞാൻ കാലോട്ട് മാപ്പ് പറയാം. അങ്ങനെയുണ്ടോ? പ്രേക്ഷകർ കേൾക്കട്ടെ. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറി ഏത് റിപ്പോർട്ടിലുണ്ട്? കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന റിപ്പോർട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം കോടതിയിൽ അതിജീവിത പോകുന്നു അന്വേഷണം ആവശ്യപ്പെട്ട് ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ. ആ കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിലുണ്ട്. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. അതായത് ഈ ഡിവൈസ് ഏത് ലാപ്ടോപ്പിൽ ഇട്ടാലും മൊബൈലിൽ ഇട്ടാലും ഒരു പുതിയ ഫയൽ ജനറേറ്റഡ് ആകും. ഡിവൈസിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയത്, അല്ലാതെ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ട് ദീപ മാഡത്തിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ദിലീപ് കോടതിയിൽ പറഞ്ഞ വാദം രാഹുൽ പറഞ്ഞോളൂ. പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് അട്ടിമറിക്കപ്പെട്ടതെന്ന് കണ്ടതാണല്ലോ. മജിസ്ട്രേറ്റ് ദിലീപ് കേസിൽ 8ാം പ്രതി കൊണ്ടുവന്ന കുറിപ്പ് മേടിച്ച് വെച്ച് കയ്യിൽ വെച്ചിട്ട് വീഡിയോ കാണാൻ 8ാം പ്രതിയെ അനുവദിച്ചിരിക്കുകയാണ്. നോക്കൂ, രാത്രി 9 മണിക്ക് ശേഷമാണ് 2 തവണ ഇത് ഈ കോടതി ജീവനക്കാർ ഇതിൽ ഹാഷ് വാല്യൂവിൽ മാറ്റം വരുന്ന ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അത് എന്ത് നടപടികളുടെ ഭാഗമായിരുന്നു? ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ ആരാണ് അനുവദിച്ചത്? എന്തൊക്കെ തരത്തിലുള്ള ക്രമക്കേടാണ് രാഹുൽ നടന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത്?
ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയെന്ന് ഏതെങ്കിലും റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ മാഡത്തോട് പബ്ലിക്കലി മാപ്പ് പറയാം. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫയലുകളുടെ ഹാഷ് വാല്യൂ അല്ല, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി. എന്തുകൊണ്ട് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി? എന്തുകൊണ്ട് മാറി? അത് മാറേണ്ടുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുമോ, ഹനിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് അവർക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അതിന്റെ സ്വകാര്യത ഹനിക്കപ്പെട്ടാൽ താങ്കൾക്ക് മെമ്മറി കാർഡിലെ ഫയലുകൾ മാറിയില്ല എന്നുള്ള ഈ ന്യായം പറഞ്ഞാൽ മതിയോ? ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. അതിന്റെ തെളിവ് ഫയലിൽ ടാൻപാടല്ല, ഫയലുകൾ ടാൻപാടല്ല, ഫയലുകൾ കോപ്പിഡ് അല്ല, ഫയലുകൾ ലീക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. കാര്യം ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. അതല്ല അതിന്റെ തെളിവ്. ശാസ്ത്രീയമായ തെളിവ് ഇരിക്കുമ്പോഴാണ് അശ്വത്ഥാമാവെന്ന ആന മരിച്ചു എന്ന് കള്ളം പറയുന്നത്. അതായത് മനഃപൂർവ്വം ഒരു ഭാഗം മാത്രം പറഞ്ഞ് ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന സത്യം മറച്ചു വെച്ച് ഈ ഡിവൈസിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ, അത് മാറിയോ ഇത് മാറിയോ എന്നല്ല, ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അതിന് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് നിയമം അനുശാസിക്കുന്നതല്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. അവിടെ എന്തുകൊണ്ട് നടപടിയില്ല എന്നതാണ് ചോദ്യം. താങ്കൾ ഈ പറയുന്ന ന്യായമൊക്കെ ദിലീപ് വലിയ വലിയ അഭിഭാഷകർ വെച്ച് കോടതിയിൽ പറഞ്ഞതാണ്. താങ്കൾ ഈ പറയുന്ന ന്യായമൊക്കെ ദിലീപ് വലിയ വലിയ അഭിഭാഷകരെ വെച്ച് കോടതിയിൽ പറഞ്ഞതാണ്. അവിടെ പോലും വില പോവാത്ത ന്യായമാണ്. ഹാഷ് വാല്യൂ ഫയലുകളിൽ മാറി ഇപ്പൊ സംബന്ധിച്ചാൽ മാപ്പ് പറയാം. പ്രേക്ഷകരെ കേൾക്കണം. രസം വേണം പറഞ്ഞാൽ മതി. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയോ? ചുമ്മാ പറ്റിക്കുന്നത്. മെമ്മറിക്കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നതുള്ളത് വ്യക്തമാണല്ലോ രാഹുൽ ഈശ്വർ. ദിലീപ് പോലും പറയില്ല. ഇത് ദിലീപ് പോലും പറയില്ല. താങ്കൾ പറയുന്ന ന്യായം ദിലീപ് പോലും പറയില്ല. ഹാഷ് വാല്യൂ മാറിയോ? ശ്രീ പ്രിയദർശൻ തമ്പി, ദിലീപ് കോടതി